അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ലിബറലിസത്തിൻ്റെ അപകടങ്ങൾ എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളുമായി സംവദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു പ്രസംഗമല്ല ഉദ്ദേശിക്കണത്, മറിച്ച് കൗമാരക്കാരായ നിങ്ങൾ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി ഉൾക്കൊള്ളണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സ്ക്രീനിൽ നിങ്ങൾ 3 വാചകങ്ങൾ കാണും: സ്വാതന്ത്ര്യം, സമത്വം, അവകാശം. ഈ 3 വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരിക അതിമനോഹരമായ വളരെ ഭംഗിയാർന്ന 3 വാചകങ്ങൾ. യഥാർത്ഥത്തിൽ ഈ 3 വാചകങ്ങളുടെ സ്വാതന്ത്ര്യം, സമത്വം, അവകാശം എന്ന 3 ആശയങ്ങളുടെ മേൽ കെട്ടിപ്പടുക്കപ്പെട്ടതാണ് എന്ന് അവകാശപ്പെടുന്ന ഒന്നാണ് ലിബറലിസം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യത്തോട് ഇസ്ലാമിന് വൈരുദ്ധ്യമുള്ളത്? ഇസ്ലാം എന്തുകൊണ്ടാണ് അതിനെ വിമർശിക്കേണ്ടി വരുന്നത്? ആമുഖമായിട്ടൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തരാണ്. ഫാസിസമാണോ അതല്ല ലിബറലിസമാണോ ഏറ്റവും അപകടകാരിയായിട്ടുള്ളത്? ഒറ്റ വാക്കിൽ നമ്മൾക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഉത്തരം, ഉദാഹരണം പറയാം: സിംഹമാണോ കൊതുകാണോ ഏറ്റവും വലിയ അപകടകാരി? പെട്ടെന്ന് നമ്മളെ മൈൻഡിൽ വരുന്ന ഉത്തരം സിംഹമാണ് എന്നായിരിക്കും. പക്ഷെ നിങ്ങളിങ്ങനെ ഒരു വർഷം സിംഹത്തിൻ്റെ അറ്റാക്ക് മൂലം മരണപ്പെട്ട ആൾക്കാരുടെ എണ്ണം വെറുതെ എണ്ണി നോക്കുക, അത് വളരെ റെയറായിരിക്കും. പക്ഷെ ലോകത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ കൊതുകുണ്ടാക്കുന്ന, മസ്കിറ്റ് ഉണ്ടാക്കുന്ന രോഗം മൂലം മരണപ്പെടുന്നുണ്ട്. ലിബറലിസം ഇങ്ങനെയാണ്. നമ്മളറിയാതെ നമ്മളെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശയധാരയാണ്, ഒരു ഐഡിയോളജിയാണ് ലിബറലിസം എന്ന് പറയുന്നത്. എന്താണ് ഈ ലിബറലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? നമ്മൾക്കറിയാം, നിയമങ്ങളും അതേപോലെ തന്നെ നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് മാന്യമായി സുന്ദരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. നമ്മുടെ റോഡിൽ ട്രാഫിക് നിയമങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കാം, ആ റോഡ് എത്രമാത്രം അപകടം നിറഞ്ഞൊരവസ്ഥയിലായിരിക്കും പിന്നെ ഉണ്ടാവുക. നിയന്ത്രണങ്ങളും നിയമങ്ങളും എല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്നത് അരാജകത്വങ്ങൾ കുറക്കാനാണ്. പക്ഷേ ലിബറൽ വാദികളുടെ പ്രത്യേകത ഈ നിയമങ്ങളും ഈ നിയന്ത്രണങ്ങളും എനിക്കാവശ്യമില്ല എന്നു ചിന്തിക്കുന്നവരും എന്ന് വാദിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് ലിബറലിസം എന്ന് മനസ്സിലാക്കുക. നിരീശ്വരവാദമാണോ ലിബറൽ ചിന്താഗതിയാണോ ഏറ്റവും അപകടകരം? നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറയണം ദൈവമല്ല. നമുക്ക് ചോദിക്കാം, ദൈവമല്ലേ, പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടായത്, ഞാൻ വെറുതെ ഉണ്ടായതാണോ? നമുക്ക് സിമ്പിളായിട്ട് വാദിക്കാം. പക്ഷേ ലിബറലിസം എന്ന് പറയുന്ന ഒരിക്കലും ഡയറക്റ്റ് ആയിക്കൊണ്ട് നിങ്ങളോട് വന്ന് സംവദിക്കുകയില്ല, മറിച്ച് വളരെ ഇഞ്ചിഞ്ചായിക്കൊണ്ട് നിങ്ങളുടെ ചിന്തകളെ ലിബറലിസം ഹൈജാക്ക് ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മതത്തെ അതിങ്ങനെ ഇഞ്ചിഞ്ചായിക്കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് മതത്തോട് വെറുപ്പുണ്ടാക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് നിങ്ങൾ ഘട്ടം ഘട്ടമായി പ്രവേശിക്കും. ഇതാണ് ലിബറലിസത്തിൻ്റെ ഏറ്റവും വലിയ അപകടം. കൗമാരത്തിലുള്ള നിങ്ങൾ ലിബറലിസത്തിലേക്ക് എടുത്തു ചാടാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം നിങ്ങളുടെ പ്രായത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നെ ആരും നിയന്ത്രിക്കണം നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. എന്നെ ആരും നിയന്ത്രിക്കാൻ പാടില്ല, ഞാൻ ആരും കൺട്രോളിൽ നിൽക്കില്ല, ഞാൻ വലിയ ആളായി, എനിക്ക് ഞാൻ തന്നെ മതി എന്ന് തോന്നുന്ന ഒരു കാലഘട്ടമാണ് ടീനേജ് കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഏറ്റവും അധികം ഹരം കൊള്ളിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് ലിബറലിസമാണ് എന്ന ബോധ്യം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾക്കുണ്ടാകണം. ലിബറലിസം എന്ന് പറഞ്ഞാൽ റിലീജിയൻ ഓഫ് ദ 20th സെഞ്ച്വറി എന്ന് പറയും. 20ാം നൂറ്റാണ്ടിൻ്റെ മതമായിട്ട് ലിബറലിസം മാറി. മനുഷ്യനെ മനുഷ്യനാക്കുന്ന എല്ലാ നന്മകളെയും തകർത്ത് കളയുന്ന ഒരു ഇസമാണ് ലിബറലിസം എന്ന് പറയുന്നത്. ഇതൊരു റാഡിക്കൽ ഇൻഡിവിജ്വലിസം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കാര്യം മാത്രം നോക്കുക. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം വേറെ ഒരാൾക്ക് തിന്മയാകുന്നില്ലെങ്കിൽ, അയാൾക്ക് അത് ഉപദ്രവമാകുന്നില്ല എങ്കിൽ എനിക്ക് എന്തും ചെയ്യാം. ഇതാണ് വളരെ സിമ്പിളായി പറഞ്ഞാൽ റാഡിക്കൽ ഇൻഡിവിജ്വലിസം എന്നൊരു ആശയത്തിൽ പിന്നെ ഉള്ളുതിങ്ങി നിൽക്കുന്ന ഒന്നാണ് ലിബറൽ ചിന്താഗതി എന്ന് മനസ്സിലാക്കുക. ഒരു വ്യക്തി എന്നുള്ളതിൽ മാത്രം കേന്ദ്രീകരിച്ച രൂപം, വ്യക്തിയാണ് എല്ലാം, ആ വ്യക്തിയുടെ അവകാശങ്ങൾ എൻ്റെ അവകാശം, ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം, മറ്റൊന്നും പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നവർ. ഇത് ഏറ്റവും അധികം ഈ ചിന്താഗതിക്കെല്ലാം ഏറ്റവും മുൻധാരയിൽ അവർക്ക് എതിർക്കുന്ന ഭാഗം മതങ്ങളാണ്. ആ മതങ്ങളിൽ തന്നെ ലിബറലിസവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളെയും പൂർണ്ണമായി എതിർക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്.
അതുകൊണ്ട് തന്നെ ഇസ്ലാമാണ് ലിബറലിസത്തിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ശത്രു. മുസ്ലിം വിദ്യാർത്ഥികളായ നിങ്ങൾക്കുള്ളിലേക്ക് എങ്ങനെയാണ് ഈ ചിന്താധാര ഇട്ട് തരിക? നിങ്ങൾ ക്യാമ്പസുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ, നിങ്ങൾ കലാലയങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങളെ സ്വീകരിക്കുന്ന ചില ബോർഡുകളുണ്ട്. ലിബറലിസത്തിന്റെ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ, ലൈംഗികതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ലവ് ഈസ് ലവ്, സ്നേഹമാണ്. നിങ്ങൾ മനുഷ്യന് ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. നിനക്ക് ഏതാണോ താല്പര്യം നീ അതിലേർപ്പെടുക. നിനക്ക് ഹോമോസെക്ഷുവാലിറ്റി ആണോ ഇഷ്ടം, നിനക്ക് ഹെട്രോസെക്ഷുവാലിറ്റി ആണോ ഇഷ്ടം, നിനക്ക് ഏതിലാണ് താല്പര്യം അതിൻ്റെ ഭാഗത്തിൽ നീ മുന്നോട്ട് പോവുക. ഇതൊരു വലിയ ഇങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷം ലിബറൽ ചിന്താഗതികൾ, ലിബറലിസ്റ്റുകൾ നമ്മൾക്കുള്ളിൽ തീർക്കുകയാണ്. അവർ വരച്ചു വെക്കുകയാണ്, പ്രണയത്തിനുമേൽ ആര് വരച്ചു ലിംഗാതിർത്തികൾ, ഈ ലോകം എല്ലാവരുടേതുമാണ്. കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. പ്രണയത്തിനുമേൽ ആര് വരച്ചു ലിംഗാതിർത്തികൾ, ഈ ലോകം എല്ലാവരുടേതുമാണ്. ശേഷം അടുത്തുനിന്നിടോ നമുക്ക് കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, എന്താ മനോഹരമായ വർത്താനം, ലോകം എല്ലാവരുടേതുമല്ലേ. എന്തതിനോടുള്ള നമ്മൾക്കുള്ളിലേക്ക് കിട്ടുന്ന ആശയം? നമ്മൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, വിവാഹം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും തമ്മിലാണ്. ആ ചിന്താധാരയെ മുഴുവൻ അടിച്ചമർത്തുകയാണ്. നിങ്ങൾക്ക് ആണുമായിട്ടാണോ പ്രണയം വേണ്ടത്, നിങ്ങൾ പ്രണയിച്ചോളൂ. നിങ്ങൾക്ക് പെണ്ണുമായിട്ടോ പ്രണയിക്കണ്ടേ, നിങ്ങൾ പ്രണയിച്ചോളൂ. അതല്ല നിങ്ങൾക്ക് മൃഗങ്ങളുമായിട്ടാണോ, നിങ്ങൾക്ക് പിഞ്ചു പൈതങ്ങളുമായിട്ടാണോ, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ടാണോ, നിങ്ങൾ ആസ്വദിച്ചോളൂ എന്നാണ് ലിബറൽ ചിന്താഗതികൾ നമ്മുടെ മനസ്സിലേക്ക് വെക്കുന്ന ഭാഗം. വേലികൾ തകർത്തൊരു വലയം തീർത്തിടാം, ഇവർ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുവെക്കുന്ന ആശയങ്ങൾ. വേലികൾ തകർത്തൊരു വലയം തീർത്തിടാം. ഇവിടെ കുറേ വേലികളുണ്ട്. ആണും പെണ്ണും ഒരുമിച്ചിരിക്കാൻ പാടില്ല, ആണും പെണ്ണും മടിയിലിരിക്കാൻ പാടില്ല. ഈ വേലികളെയൊക്കെ നമ്മൾക്ക് തകർക്കണം. നമ്മൾ ആലോചിക്കേണ്ടത്, ആണും പെണ്ണും ഒരിക്കലും സമല്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ബയോളജിക്കലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഹോർമോൺ ബേസ് ആണെങ്കിലും എല്ലാത്തിലും പെണ്ണും ആണും വ്യത്യസ്തരാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു ആണിന് ഒരു പെണ്ണിൽ വികാരം ഉണ്ടാക്കാൻ ആ പെണ്ണിനെ ഒന്ന് കണ്ടാൽ മതി. നോട്ടം മാത്രം വികാരം ഉണ്ടാക്കുന്ന ഒരു ഭാഗമായിട്ട് മാറും. അത് ഒരു അർദ്ധനഗ്നയായ മുഴുവനായി ഡ്രസ്സ് ധരിക്കാത്തൊരു പെണ്ണിനാണെങ്കിൽ ശാസ്ത്രം പറയുന്നത് ആണ് ആ പെണ്ണിനെ ഒബ്ജക്റ്റ് ആയിക്കൊണ്ട് ഓരോ ഭാഗം ഒബ്ജക്റ്റ് ആയിക്കൊണ്ട് ചിത്രീകരിക്കുകയെന്നാണ്. ഒരു പെണ്ണിനൊരിക്കലും ഒരു ആണിനെ കാണുന്നതോടുകൂടി വൈകാരികമായതോ എത്ര ലൈംഗിക താല്പര്യം ഒന്നും ജനിക്കൂല. ഇതൊന്നും അറിയാത്തൊരു പെണ്ണ് ആണിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കും. എന്നിട്ട് പറയും, എനിക്കൊന്നും തോന്നണില്ലല്ലോ, എനിക്ക് വികാരങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു സിംഹത്തിൻ്റെ മടിയിൽ മാന് പോയിരുന്നാണ്ട് മാന് പറയാം, എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ, എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ വെറുതെ ആലോചിക്കണ്ടേ, ഇവിടെ എല്ലാം മുതലെടുക്കപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതും എല്ലാം സ്ത്രീകളാണ് എന്ന വിഷയം ഉണ്ടാകണം. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ പുരുഷനായാൽ മാത്രമേ അവൾക്ക് എല്ലാ അധികാരങ്ങളും കിട്ടൂ എന്ന ഒരു അർത്ഥത്തിലേക്ക് പോലും മാറുമ്പോൾ സ്ത്രീത്വം എന്ന പദവിയെ ഇകഴ്ത്തുകയാണ് സംഭവിക്കുന്ന ബോധ്യം ഉണ്ടാകണം. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന ആശയം സമീപകാലത്ത് കടന്നു വന്നതും അതിനുള്ള സർക്കാർ സമീപനങ്ങളൊക്കെ നമ്മൾ കണ്ടു. ബാലുശ്ശേരി ഹൈസ്കൂൾ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കുമ്പോൾ കേവലം ഒരു യൂണിഫോമിൻ്റെ വിഷയം മാത്രമായിട്ട് നമ്മൾ ഈ വിഷയത്തെ കാണരുത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ഇതിൻ്റെ അപകടം മനസ്സിലാക്കണം. ഇതൊരു വേഷത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഇതിനു മുമ്പും ഇത്തരം യൂണിഫോം നടപ്പിലാക്കിയ സ്ഥാപനങ്ങളിലൊന്നും ജെൻഡർ ന്യൂട്രൽ എന്ന ഒരു പദപ്രയോഗം ഓടിണ്ടായി. ലിംഗനിഷ്പക്ഷത എന്ന് പറയുന്ന ആ പദപ്രയോഗം ആരും നടത്തിയിട്ടില്ല. എന്താ ഇതിലൂടെ അർത്ഥമാക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. ഇനി മുതൽ ആൺ പെൺ എന്ന് പറയുന്ന സ്ത്രീത്വം എന്നോ പുരുഷത്വം എന്നോ പറയുന്ന സംഭവങ്ങളില്ല. ആരെയും നിങ്ങൾ അവൻ എന്നോ അവൾ എന്നോ വിളിക്കരുത്, അവർ എന്നേ പറയാവൂ. ഒരു കുട്ടി ജനിച്ചാൽ അത് ആണാണ് എന്നോ പെണ്ണാണ് എന്നോ രേഖപ്പെടുത്താൻ പാടില്ല. ആ കുട്ടി വലുതായിട്ടെ അവൻ എന്താ തോന്നണേ അതവനാകട്ടെ എന്ന് പറഞ്ഞാൽ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് LGBTQ സ്പെക്ട്രത്തിലേക്ക് നമ്മളറിയാതെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ സ്വത്വത്തെയും അതിലേക്ക് എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് നമ്മളെ ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഇന്ന് സമൂഹം എത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ബോധ്യം ഉണ്ടാകണം. പാശ്ചാത്യ നാടുകളിൽ അവിടെയാണ് ലിബറലിസം ആരംഭിക്കുന്നത്. അത് പിന്നീട് ഇൻ്റർനെറ്റുകളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അതേപോലെ തന്നെ ക്ലബിലൂടെയൊക്കെയാണ് ഇത് വ്യാപകമായി നമ്മിലേക്ക് എത്തിച്ചേർന്നത്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലേക്ക് പോലും ലിബറലിസം എത്തിച്ചേർന്നത്. പാശ്ചാത്യ നാടുകളിൽ ഒരു ആൺകുട്ടിക്ക് ഞാൻ ആണല്ല പെണ്ണാന്ന് തോന്നിയ ആ കുട്ടിക്ക് പോയി ലിംഗം മുറിച്ച് ശാസ്ത്രക്രിയ ഓപ്പറേഷൻ ചെയ്യാൻ മാതാപിതാക്കൾ അനുവാദം പോലും ഒന്നും വേണ്ട.
ഒരു ആൺകുട്ടിയുടെ 16 വയസ്സുള്ള തൻ്റെ മകൻ്റെ ലൈംഗിക വീഡിയോകളുടെ മുഴുവൻ ശേഖരങ്ങൾ ഒരു വാപ്പ നശിപ്പിച്ചു, ഒരു അച്ഛൻ നശിപ്പിച്ചു. ആ അച്ഛന് കോടതി 22 ലക്ഷം രൂപ ഫൈന് കൊടുത്തു. അത് അവൻ്റെ സ്വാതന്ത്ര്യമല്ലേ, അവൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ. എന്താ നിങ്ങൾക്ക് പ്രശ്നം? എന്താ ഈ വിഷയത്തിൻ്റെ അപകടം? പ്രിയപ്പെട്ടവരെ, നമ്മൾ വെറുതെ ആലോചിക്കുക. എനിക്ക് തോന്നുന്ന മുഴുവൻ ഞാൻ ചെയ്യാം. ലിബറലിസത്തിന് നമുക്ക് സിമ്പിളായിട്ട് മലയാളീകരിക്കാൻ പറ്റുന്ന പദപ്രയോഗം താന്തോന്നിത്തരം. തനിക്ക് എന്താണോ തോന്നുക അത് മുഴുവൻ ചെയ്യുക. അത് ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാക്കും? ഞാൻ ആലോചിക്കേണ്ട വിഷയമല്ല. എനിക്ക് തോന്നുന്നു നന്മ, കുറേ നന്മ ഈ ലോകത്തുണ്ട്, കുറേ തിന്മ ഈ ലോകത്തുണ്ട്. പക്ഷേ ഞാൻ എന്തിനാണ് നന്മ ചെയ്യണേ? ഞാൻ എന്തിനാ തിന്മ ചെയ്യാതിരിക്കണേ? മോഷണം അത് തിന്മയാണ്, ശരി. പക്ഷേ എനിക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. ഞാൻ എന്തിനു മോഷ്ടിക്കാതിരിക്കണം? ഈ ചിന്തയാണ് നമ്മുടെ മക്കൾക്കുള്ളിലേക്ക്, നിങ്ങൾക്കുള്ളിലേക്ക് ലിബറൽ ചിന്താഗതികൾ ഇട്ട് തന്നുകൊണ്ടിരിക്കുന്ന ബോധ്യം ഉണ്ടാകണം. കാനഡയിൽ 13 വയസ്സുള്ള ഒരു കുട്ടി എതിർലിംഗത്തിലേക്ക് മാറാൻ ശ്രമിച്ചത് കേസായി. വാപ്പ അത് എതിർത്തത് ആ അച്ഛനെതിരെ കേസ് കൊടുത്തു. ആ അച്ഛനെതിരെ കേസായിട്ടൊന്ന് മാറി എന്ന് പറഞ്ഞാൽ സർജറികൾ പോലും പലപ്പോഴും പരാജയമാണ്. തോന്നലുകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഇവർ. ഒരു മനുഷ്യൻ വിചാരിക്കുക, ഒരാണ് വിചാരിക്കുകയാണ് ഞാൻ പെണ്ണാണ്, എൻ്റെ ഉള്ളിലെന്തോ പെണ്ണുള്ളത്, നേരെ പോയി എന്താ ചെയ്യണേ, ഇതൊരു പ്രശ്നമാണ് എന്ന് പറയല്ല, ഇതൊരു രോഗമാണ് എന്ന് പറഞ്ഞാൽ വേഗം പോയി നിങ്ങളുടെ അവയവങ്ങൾ മുറിച്ച് പെണ്ണായിക്കൊള്ളുന്ന. ഇനി പെണ്ണായി, ആ സർജറിയൊക്കെ ഭൂരിഭാഗം പരാജയമാണ്. പിന്നെ സഹിക്കുക, പിന്നെ തിരിച്ച് എനിക്ക് ആൺ തന്നെ ആകണമെന്ന് വെച്ചാൽ അവിടെ വേറെ ഓപ്ഷനൊന്നുമില്ല. സഹിച്ച് ക്ഷമിക്കുന്നു. ഈ അടുത്താണ് കേരളത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ ആത്മഹത്യ ചെയ്യുന്ന, വേദന സഹിക്കാൻ കഴിയാതെ. നിങ്ങളുടെ തോന്നൽ വരെ എനിക്കൊരാൾ കൊല്ലണം, ഇവരാശയപ്രകാരം പോയി കൊല്ലുക, അല്ലാതെ അത് പ്രശ്നമാണ് രോഗമാണെന്നല്ല. എനിക്ക് തോന്നി എൻ്റെ കൈ എനിക്ക് വേണ്ട എന്നാൽ പോയി കൈ മുറിച്ചോളി എന്ന് പറയാം. എനിക്കൊരു ചെറിയ പിഞ്ചു പൈതത്തോട്, ഒരു 5-3 വയസ്സുള്ള പിഞ്ചു പൈതത്തോട് എനിക്ക് ലൈംഗികമായ വികാരം ഉണ്ടായാൽ പോയി വികാരം ശമിപ്പിക്കുന്ന അവർ പറയുന്നത്. എനിക്കെൻ്റെ മാതാപിതാക്കളുമായിട്ടാണ് രതിയിൽ ഏർപ്പെടാൻ ആഗ്രഹം ഉണ്ടായതെങ്കിൽ നിങ്ങൾ പോയി ഏർപ്പെടും. എന്താ പ്രശ്നം എന്ന് ചോദിക്കണേ. ഇതെന്താ പ്രശ്നമല്ലേ? ഇത് വളരെ ഇഞ്ചിഞ്ചായിക്കൊണ്ട് വരും കാലഘട്ടങ്ങളിൽ, നിങ്ങളുടെ 30കളിൽ, നിങ്ങളുടെ 40കളിൽ നമ്മുടെ നാട് എത്രമേൽ വലിയ അരാജകത്വത്തിലേക്കാണ്, അധാർമികമായ ലോകത്തേക്കാണ് ചെന്ന് പതിക്കാൻ നമ്മൾക്ക് ബോധ്യമുണ്ടാകണം. നമ്മൾ ആത്മാർത്ഥമായി, ഇത് മെറ്റീരിയലിസം എന്ന് പറയും ഇതിൻ്റെ ബേസ് ഭൗതികവാദമാണ്. ദൈവം, പരലോകം, സ്വർഗം, നരകം ഇങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇവർക്കില്ല. ഇതിനെ സാധാരണ നെഹിലിസം എന്നാ പറയാം. എന്ന് പറഞ്ഞാൽ ഒരു ശൂന്യമായ ജീവിതം, അർത്ഥശൂന്യമായ ജീവിതം. ഇങ്ങനെ ജീവിതം അങ്ങനെ തീരും, അത് അവസാനിക്കും. എന്താ പറയുക? നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഹാൻഡ്സിൻ്റെ പാക്കറ്റ്, ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റ്, എന്നിട്ട് നമ്മൾ പറയാം ഇത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ, ഇത് ഉപയോഗിച്ചാൽ ക്യാൻസർ ഒരു മരിക്കും. അപ്പോൾ അവർ പറയാം ഏതായാലും മരിക്കൂലേ, ഏതായാലും ഞാൻ മരിക്കും, ആകെ ഒരു ജീവിതമുള്ളൂ. ഇപ്പം എന്താ ഞാൻ എന്തിനാ ഈ ആസ്വാദനം ഒഴിവാക്കണേ, എന്തിനാ ഈ ലഹരിയുടെ സുഖം ഒഴിവാക്കണേ, ഞാൻ എന്തായാലും മരിക്കൂലേ, പിന്നെ ഞാൻ എന്തിനാ ഉപയോഗിക്കാതെ വെക്കണേ? ഈ ചിന്തയാണ് നിങ്ങൾക്കുള്ളിലേക്ക് ലിബറൽ ചിന്താഗതി ഇട്ട് കൊടുക്കുന്നത്. ഇത് മനസ്സിലാക്കുന്ന ലിബറൽ ചിന്താഗതിക്ക് വന്ന ഒരാൾ, അയാളുടെ മനസ്സിൽ ഒരിക്കലും പിന്നെ ഖുർആൻ എടുത്ത് വായിക്കൂല. കാരണം ഇവൻ മനസ്സിലാക്കിയ എല്ലാ ആശയധാരകൾക്കും ഖുർആനെതിരാണ്. അത് 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ ഗ്രന്ഥം. അവിടെ ജീവിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതമൊക്കെ ഈ 21 നൂറ്റാണ്ടിലെ മനുഷ്യന്മാർ പിൻപറ്റുന്ന ആവശ്യം എന്താ എന്ന് കുട്ടി ചിന്തിക്കുകയാണ്. അതോടുകൂടി മതം വെറുക്കുകയാണ്, മത നിയമങ്ങൾ വെറുക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ വാദം എന്ന് പറഞ്ഞാൽ ഇതൊരു പുതുമയുള്ള വർത്തമാനങ്ങളല്ല, ഇത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പ്രത്യയശാസ്ത്രങ്ങളല്ല. ഇത് ജാഹിലിയ കാലഘട്ടം, ആ ജാഹിലിയത്തിൽ അറബികൾ പറഞ്ഞ വർത്തമാനം വഖാലു ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയ വമാ നഹ്നു ബിമബൂസിൻ. ഈ ജീവിതമല്ലാതെ വേറെ ഒരു ജീവിതമില്ല, കാലമാണ് ഞങ്ങൾ ജനിപ്പിച്ചത്, കാലമാണ് ഞങ്ങളെ മരിപ്പിക്കുന്നത്, ഞങ്ങൾക്ക് ഇതിനപ്പുറം ഇനി ലോകമില്ല, ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ പോകുന്നില്ല എന്ന വർത്തമാനങ്ങൾ അവർ പാടി. നമ്മൾക്കുള്ളിലേക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിൽ ഒരുപാട് കൊളാമ്പിച്ചാനുകൾ നമ്മുടെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്യുന്നൊരു വിഷയമുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊന്നേ ഉള്ളൂ. അത് ആസ്വദിക്കണം, അനുഭവിക്കണം, സുഖിക്കണം, രമിക്കണം. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങളത് ചെയ്യുക എന്ന ചിന്ത എത്രമാത്രം അപകടം നിറഞ്ഞ വാദമാണ് എന്ന് ആലോചിക്കുകയും ഇതല്ല എൻ്റെ ജീവിതം എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. ജാഹിലിയ കാലഘട്ടം 3 W എന്ന് പറയുന്നു: വൈൻ, വാർ, വുമൺ. മദ്യവും യുദ്ധവും പെണ്ണും. നിങ്ങൾക്ക് ജീവിതമുണ്ടോ? നിങ്ങൾ മദ്യപിക്കണം, ലഹരി നുണയണം, നിങ്ങൾ വ്യഭിചരിക്കണം, നിങ്ങൾ പരസ്പരം കുതർക്കങ്ങളിൽ ഏർപ്പെടണം. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കെന്തു ജീവിതം എന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഈ ചിന്തകളെ ലിബറൽ ചിന്താഗതിക്കാർ കുത്തിവെക്കുന്നു. അത് തൊറഫയെ പോലെയുള്ള ജാഹിലിയ കവിതകൾ പാടി ഒരു ചെറുപ്പക്കാരനാണോ, ആ ചെറുപ്പക്കാരന് ജീവിതത്തിൽ 3 സുഖങ്ങൾ ഉണ്ടാകണം. ആ 3 സുഖങ്ങൾ അയാൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അയാൾ പോയി മരണമടയട്ടെ എന്ന് തുറഫ പാടി. ഈ ജാഹിലിയത്തിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കാൽച്ചുവട്ടിലേക്ക് അരച്ചു കളഞ്ഞത്. നിങ്ങൾ ആലോചിക്കട്ടോ, ഇന്ന് രാത്രി വീട്ടിൽ കിടന്നുറങ്ങിയ നിങ്ങൾ, നാളെ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നത് ഇങ്ങനെ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൻ്റെ ഉള്ളിലാണ് സങ്കല്പിക്കുക.
ആ ട്രെയിൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ ഭക്ഷണം, എല്ലാ ആഡംബരം, എല്ലാ ആർഭാടം എല്ലാം അതിലുണ്ട്. ഈ ആസ്വാദനങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടാകുന്ന സമയത്തും നിങ്ങൾക്കുള്ളിൽ ചോദ്യം ഉയരും, ഞാൻ എങ്ങനെ ഇവിടെ എത്തി? ഇതെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ എങ്ങനെ ഇവിടെ എത്തി? ഈ ചിന്തയും ഈ ചോദ്യവും ലിബറലുകളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് വിശുദ്ധ ഖുർആൻ തരുന്നൊരു മറുപടിയുണ്ട്, നിങ്ങൾ വെറുതെ വന്നവരല്ല, നിങ്ങളുടെ ജീവിതം വെറുതെയല്ല. ഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഈ ജീവിതം നിങ്ങൾ വ്യഥാ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നാണ് നിങ്ങളുടെ വിചാരം. ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല, ഒരു പുനരുദ്ധാനമില്ല, എന്നിലേക്കൊരു മടക്കമില്ല എന്ന ചിന്തയോടുകൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. എന്തിനാണ് ജീവിതം? എന്തിനാണ് മരണം? എനിക്ക് മരണത്തിനപ്പുറം എന്താണ് ജീവിതം? ഇസ്ലാം കൃത്യമായി നമ്മുടെ മുമ്പിൽ എടുത്തു വെക്കുന്ന മറുപടികളുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഈ മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങളിൽ ഏറ്റവും നന്നായി കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണെന്ന് പരീക്ഷിക്കുവാനും നിരീക്ഷിക്കുവാനും. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ തീരുമാനിക്കേണ്ടത്, ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അള്ളാഹു നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ശേഷി നൽകിയിട്ടുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് സമയം നൽകിയിട്ടുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെയും ഈ സമയത്തെയും ഈ ആരോഗ്യത്തെയും ഈ ബുദ്ധിയെയും എഴുത്തിൻ്റെയും സംസാരത്തിൻ്റെയും വൈഭവങ്ങളെയും എല്ലാം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ തലമുറകളെ കാർന്നു തിന്നുന്ന, കുടുംബമെന്ന സംവിധാനത്തെ തകർത്തെറിയുന്ന, ജീവിതത്തിൻ്റെ ആസ്വാദനങ്ങൾക്ക് മാത്രം പിറകെ പോയി, ദുനിയാവിൻ്റെ എല്ലാ രസങ്ങളുടെയും പിറകെ പോയി അവനവൻ്റെ ജീവിതവും സ്വത്വവും നശിപ്പിക്കുന്ന ലിബറലിസം എന്ന ഒരു ആശയധാരക്കെതിരെ ആത്മാർത്ഥമായി പുതിയ കാലത്തിൻ്റെ തീപ്പന്തങ്ങളാകുവാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ എന്നാണ് ആത്മാർത്ഥമായിട്ട് ചോദിക്കുവാനുള്ളത്. ഈ ഭൗതിക ചിന്താഗതിക്കെതിരെ ഈ ഭൗതികമായി കൊണ്ട് പോരാടാൻ നമ്മളെ കൊണ്ട് സാധ്യമാകുമോ എന്നാണ് ആത്മാർത്ഥമായി ചോദിക്കുവാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ ഒരു ഹുദയുണ്ട്, ഒരു വെളിച്ചമുണ്ട്, ഒരു സന്മാർഗമുണ്ട്. നമ്മൾ എങ്ങനെയാണ് മുസ്ലിമായത്? ബൈ ചാൻസിൽ മുസ്ലിമായി എന്നാണ് ഉത്തരം. എൻ്റെ ഉമ്മയും എൻ്റെ ബാപ്പയും മുസ്ലിമായതുകൊണ്ട് ഞാൻ മുസ്ലിമായി. ഇസ്ലാം എനിക്ക് ചാൻസ് അല്ല, ഇസ്ലാം എൻ്റെ ചോയ്സ് ആണ് എന്ന് പറയണം. ഞാൻ പഠിച്ചു, ഞാൻ മനസ്സിലാക്കി, ഞാൻ തെരഞ്ഞെടുത്തു, എൻ്റെ യഥാർത്ഥമായ തെരഞ്ഞെടുപ്പ് എനിക്ക് ബോധ്യപ്പെട്ടു, ശരി ഏതാണ്, അതെൻ്റെ ഇസ്ലാമാണ്. എന്നിട്ട് മുറുകെ പിടിക്ക്. ആ ഇസ്ലാം അവനവൻ്റെ ജീവിതത്തിൻ്റെ കർമ്മപദങ്ങളിലേക്കൊന്ന് കൊണ്ടുപോവാ. എന്നിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുക, ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. ഈ ആശയധാരകളുടെ പിറകെയല്ല ഞാൻ, LGBTQ പിറകെയല്ല ഞാൻ, ഈ ലിബറൽ ചിന്താഗതിക്കാരുടെ പിറകെയല്ല ഞാൻ. എനിക്ക് കൃത്യമായ ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, ആത്മാർത്ഥമായ 1000 ഉറക്കെ നമ്മൾ പ്രഖ്യാപിക്കേ, അള്ളാഹുവിന്റെ മാർഗദർശനം അതാണ് യഥാർത്ഥമായ മാർഗദർശനം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ ഇനി എങ്ങോട്ട് പോകണം, ഞാൻ ഏതിലൂടെ പോകണം എന്നെനിക്ക് കൃത്യമായി പഠിപ്പിക്കുന്ന ആശയധാര അത് ഇസ്ലാം മാത്രമാണ് എന്ന് ആത്മാഭിമാനത്തോടെ പറയും. ക്യാമ്പസിലേക്ക് എത്തിയാൽ എൻ്റെ മതം ഇസ്ലാമാണ് എന്ന് 1000 ഉറക്കെ പ്രഖ്യാപിക്കേ. എൻ്റെ ഇസ്സത്ത് എൻ്റെ പ്രതാപം എന്ന് പറയുന്നത് അത് ഇസ്ലാമിൻ്റെ വേഷവിധാനങ്ങളും ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളും മുറുകെ പിടിക്കലാണ് എന്ന് പറ. ഈ പാശ്ചാത്യ രാജ്യങ്ങൾ, ലിബറലിസം ആരംഭിച്ച പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അവരെല്ലാം പിറകോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ചവച്ചു തുപ്പിയ ആശയങ്ങളെ ഇന്ന് കേരളക്കര ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ റസൂലുള്ളാഹി കാൽച്ചുവട്ടിൽ അരച്ചു കളഞ്ഞ ലിബറൽ ചിന്താഗതികളെ എടുത്തുപേറുന്ന ആളുകളാകരുത്. നമ്മൾ ഇസ്ലാമിനെ ഇസ്സത്തോടു കൂടി കണ്ട് അതിൻ്റെ പ്രതാപം വാനോളം ഉയർത്തിപ്പിടിച്ച് അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വിദ്യാർത്ഥിത്വം നമ്മൾക്കുണ്ടാകണമെന്നാണ് വീണ്ടും ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. നമ്മൾ ജീവനക്കാരെ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിവർക്ക് ഏറ്റവും വലിയ ശത്രുവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ജനിക്കുന്നതിൻ്റെ തലേ ദിവസം മരണപ്പെട്ട ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകുമോ? നിങ്ങൾ ജനിക്കുന്നതിൻ്റെ 1 വർഷം മുമ്പ് മരണപ്പെട്ട വ്യക്തിയോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകുമോ? എങ്കിൽ നമ്മളൊക്കെ ജനിക്കുന്നതിൻ്റെ 1400 വർഷം മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തിയോട് ഈ ലോകത്തിന് എന്തൊരു വെറുപ്പാണ്, ഈ ലോകത്തിന് എന്തൊരു വിദ്വേഷമാണ്. എന്തുകൊണ്ടാണ് ഈ വിദ്വേഷം ഉണ്ടാകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലിബറൽ ചിന്താഗതികൾക്കെല്ലാം എതിരാണ്. ധാർമ്മികതയുടെ മതമാണ് ഇസ്ലാം. നമ്മൾ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം മാത്രമല്ല, ധാർമ്മിക മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഇവിടെ ധാർമ്മികത പറയാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല. റസൂലുള്ളാഹിയുടെ ജീവിതത്തെ കീറി മുറിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് വേദന ഉണ്ടാകാത്തത്? നമ്മുടെ ഉമ്മയെക്കുറിച്ച് ഒരാൾ മോശം പറഞ്ഞാൽ നമ്മൾക്ക് എന്തൊരു വേദനയുണ്ട്? നമ്മുടെ ബാപ്പയെക്കുറിച്ച് ഒരു അപവാദം പറഞ്ഞാൽ നമ്മൾക്ക് എന്തൊരു പ്രയാസമുണ്ട്? പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾക്ക് എന്താണ് വേദനയില്ലാത്തത്?
ത്വൽഹാ റളിയല്ലാഹു അൻഹു ഓതിന്റെ രണാങ്കണത്തിൽ റസൂലുള്ളാഹി ശത്രുക്കൾ കുഴിച്ച കുഴിയിലേക്ക് അദ്ദേഹം റസൂലുള്ളാഹി വീണു. ത്വൽഹാ റളിയല്ലാഹു അൻഹു ആ കുഴിയിലേക്ക് ഇറങ്ങി വന്ന് റസൂലേ, എന്റെ മുതുകത്ത് ചവിട്ടി ഒന്ന് കയറി പോവുക. അൻതയാ ത്വൽഹാ, നീ അപ്പോ എന്തു ചെയ്യും? റസൂലേ, എന്നെ എല്ലാവർക്കും ഉദ്ദേശം, ഞാനല്ല ഉന്നം, താങ്കളെയാണ് അവർക്ക് വേണ്ടത്, താങ്കൾ രക്ഷപ്പെടുക. റസൂലുള്ളാഹി മുകളിലേക്ക് കയറിയപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ കണ്ടു. റസൂലുള്ളാഹിയുടെ ചുറ്റും ശത്രുക്കൾ വാളുമായി നിരന്നു നിന്നു. ആരാദ്യം വെട്ടുമെന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കി. തന്റെ കൂടെ ഉണ്ടായിരുന്ന അൽ-അമീനായിരുന്ന മുഹമ്മദാണ് മുമ്പിൽ. ആരാണ് ആദ്യം കൊല്ലുക, ആരാദ്യം വെട്ടുക? ഇത് കാണുന്ന ത്വൽഹാ റളിയല്ലാഹു അൻഹു ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. റസൂലുള്ളാഹിയെ അണച്ചു പിടിക്കുന്നു. പ്രവാചകന്റെ തന്റെ കൈകൾക്കുള്ളിലേക്ക് ചേർത്തു പിടിക്കുന്നു. എന്നിട്ട് പറയുന്ന വർത്തമാനം, യാ നബിയല്ലാഹ് ബി അബി അൻത വ ഉമ്മി, എന്റെ ബാപ്പയെയും എന്റെ ഉമ്മയെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പകരം തരും. റസൂലേ, താങ്കൾ മുകളിലേക്ക് ഉയരരുത്. ഉയർന്നാൽ ഈ അമ്പുകൾ താങ്കളുടെ ദേഹത്ത് വന്ന് പതിക്കും. നെഹ്രി ദൂന നെഹ്രിക്, താങ്കളുടെ നെഞ്ചിന് മുമ്പിൽ എന്റെ നെഞ്ചുണ്ട് റസൂലേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആ യുദ്ധം അവസാനിക്കുമ്പോൾ 70-ലേറെ മുറിപ്പാടുകൾ അദ്ദേഹത്തിന്റെ ദേഹത്തുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനെ സംരക്ഷിക്കുവാൻ, ആ പ്രവാചകൻ അഭിമാനം സംരക്ഷിക്കുവാൻ, അള്ളാഹുവിന്റെ മതം സംരക്ഷിക്കുവാൻ നമ്മൾക്ക് അള്ളാഹു ആരോഗ്യവും ആയുസ്സുമെല്ലാം നൽകിയിട്ടും നാം എന്തു ചെയ്തു എന്നാണ് ആലോചിക്കേണ്ടത്. പുതിയ കാലത്തിന്റെ ലിബറലിസം തകർത്തെറിയാൻ പറ്റുന്ന തീപ്പന്തങ്ങളായി മാറുവാൻ നിങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തോടുകൂടി ഞാൻ വിരാമം കുറിക്കുന്നു. അതിന് ഐസക്ക് സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.